ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ പാർട്ട് 3 അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിങ്ങിൻ്റെ പാർട്ട് 3 ആയി കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന ഏരിയയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ടിംഗ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, റീ ഇഷ്യൂ ഓഫ് ഷെയർസ്, ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അക്വിസിഷൻ, മെർജർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സ് നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ചതാണ് ഓൾറെഡി. എന്താ കമ്പനി? എന്താണ് കമ്പനി? ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി എക്സിസ്റ്റിംഗ് കമ്പനി. ഏതോ ഒരു ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതിനെയോ അല്ലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനെയോ ആണ് കമ്പനി എന്ന് പറയുന്നത്. ഏതോ ഒരു ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതിനെയോ അല്ലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ കമ്പനി എന്ന് വിളിക്കുന്നത്. ഏത് ആക്ട് പ്രകാരം? നേരത്തെ ആണെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ഫോം ചെയ്തത്. ഇപ്പോഴത് മാറി കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് കമ്പനി ഫോം ചെയ്യുന്നത്. ഇനി കമ്പനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കാണും? കമ്പനി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ് ലീഗൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്താ അങ്ങനെ പറയുന്നത്? കമ്പനിക്ക് കമ്പനിയുടേതായിട്ടൊരു വ്യക്തിത്വം ഉണ്ടെന്ന് പറയും. നമ്മൾ പറയത്തില്ല നമുക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന്. അതായത് നമുക്ക് നമ്മുടേതായിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വസ്തു വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാം, നമുക്കെതിരെ ഒരാൾക്ക് കേസ് തരാം. അതുപോലെ തന്നെയാണ് കമ്പനിക്കും എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിക്കെതിരെ ഒരാൾക്ക് കേസ് കൊടുക്കാം, കമ്പനിക്ക് ഒരാൾക്കെതിരെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനിക്ക് പ്രോപ്പർട്ടി ഹയർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കമ്പനി ഒരു ഡിസ്റ്റിങ് ലീഗൽ പേഴ്സൺ ആണെന്ന് പറയുന്നത്. അതായത് ഇവിടെ ലോ ബേസിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, ലീഗലി ആണ്. അതായത് കമ്പനീസ് ആക്ട് 1956 അത് മാറി ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആസ് പെർ ലോ പ്രകാരമാണ് കമ്പനി ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റിങ് ലീഗൽ പേഴ്സൺ ആണെന്ന് പറയുന്നത്. അതുപോലെ കമ്പനിയുടെ അടുത്ത ഒരു ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ദെൻ പെർപെച്വൽ സക്സഷൻ. കമ്പനിക്ക് ഷെയർസ് ക്യാൻ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഷെയർസ് ഒക്കെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനിക്കല്ല, പബ്ലിക് കമ്പനിക്ക്. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ഒക്കെ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പ്രധാനമായിട്ട് കമ്പനിയെ നമ്മൾ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ മൂന്നായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നു: 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഇതിനകത്തൊക്കെ എത്ര പേര് വേണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. നമുക്കിത് ഓൾറെഡി അറിയാമെന്ന് ഞാനെങ്കിലും ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ 1 person കമ്പനിയിലാണെങ്കിൽ അതിനകത്ത് തന്നെയുണ്ട് ഒരു മെമ്പർ, അത്യാവശ്യം ഒരു മെമ്പർ വേണം മിനിമം. ഡയറക്ടേഴ്സ് ഒരാളായിരിക്കും. ഇനി ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ഒരു പബ്ലിക് കമ്പനി തുടങ്ങാനാണെങ്കിൽ മിനിമം 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം ആൻഡ് 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. കമ്പനി ഷുഡ് മെയിൻറ്റെയിൻ 2 books. പ്രധാനമായിട്ടും കമ്പനി 2 ബുക്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് കാണിക്കുന്ന ബുക്ക്, ആൻഡ് സെയിൽസ് ആൻഡ് പർച്ചേസ് കാണിക്കുന്ന ഒരു ബുക്ക്, ആൻഡ് എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്ന മറ്റൊരു ബുക്ക്. ഇതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബുക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ആനുവൽ റിട്ടേൺ കാണിക്കുന്ന രജിസ്റ്റർ, മിനിറ്റ്സ് ബുക്ക്, എത്ര തവണ മീറ്റിംഗ് കൂടി എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്. ഇങ്ങനെ കുറെ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇതിനകത്ത് ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി താഴെ തന്നിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ഏതാണ്, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്നത് ഏതാണ്, വരാത്തത് ഏത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ MCQ ചോദിക്കാം. ഇനി അക്കൗണ്ടിങ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞ് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ എന്താ നോക്കാം. ഷെയർ ക്യാപിറ്റൽ മീൻസ് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ്. ആയിട്ട് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ പല അതായത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്
കമ്പനിക്ക് ക്യാപിറ്റൽ അക്യൂർ ചെയ്യാനായിട്ട് പോകും. അപ്പൊ എന്താ ഷെയർ എന്താണെന്ന് അറിയണം. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്സ്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലുള്ള നമ്മുടെ ഷെയറിനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് എന്തൊരു ഷെയർ ഉണ്ടോ ആ ഒരു ഷെയറിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനെ ലിമിറ്റഡ് കമ്പനി ഒക്കെ ആക്കി മാറ്റി. ഇനി എനിക്ക് ആ കമ്പനിയിൽ കുറച്ച് പുതിയതായിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ലിക്വിഡായിട്ട് ക്യാഷ് എടുക്കാനായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടി വരും. എന്നെ കാശില്ലല്ലോ. ഞാനൊരു തീരുമാനിച്ചു പബ്ലിക് ഓഫർ ഒക്കെ നടത്തിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന്. ടോട്ടൽ എനിക്കിപ്പോൾ വേണ്ടുന്നത് 10 ലക്ഷം ഷെയർ ആണെന്ന് വെച്ചോ. അപ്പൊ ഈ 10 ലക്ഷത്തിനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെ ചെയ്യുന്നത്? 10 രൂപയുടെ 1 ലക്ഷം ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഓരോ ഡിനോമിനേഷനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഷെയർ എന്ന് വിളിക്കും. അതിന്റെ ഇവിടെ 10 രൂപ എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എന്ത്? ഫേസ് വാല്യൂ. 10 രൂപയുള്ള ആ ഷെയറിന്റെ ഫേസ് വാല്യൂ. ക്ലിയർ? ഇനി മെയിൻലി നമുക്കറിയാവുന്ന ഷെയർസ് ആണ്, ടൈപ്സ് ഓഫ് ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും? കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അവർക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇനി അവർക്ക് റിസ്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ അതിനനുസരിച്ച് ഹൈ ആയിരിക്കും. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്? അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഏതൊക്കെ കേസിൽ അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്? അറ്റ് ദി ടൈം ഓഫ് ഡിവിഡൻഡ് പേയ്മെന്റ്. ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ആർക്കായിരിക്കും ആദ്യമേ നമ്മൾ കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അറ്റ് ദി ടൈം ഓഫ് റീപേയ്മെന്റ് ഓഫ് ഷെയർസ്, ഷെയർ റീപേ ചെയ്യുന്ന സമയത്തും ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മുൻഗണന കൊടുക്കും. ഇനി ഇവർക്ക് റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തില്ല? വോട്ടിംഗ് പവർ ഇല്ല. അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ അനുസരിച്ച് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ 10% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ആ 10% ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്, അതിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല. Then from an accounting point of view, there are certain categories of share capital. നമുക്ക് ഷെയർ ക്യാപിറ്റലിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം നമ്മുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ കമ്പനി ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ പർപ്പസിന്റെ ഒക്കെ സമയത്ത് നമ്മളൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം. ആ ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്ട്സ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ഇങ്ങനെ 6 ക്ലോസസ് ആണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്നത്. ഇനി ഇതിനകത്ത് ക്യാപിറ്റൽ ക്ലോസില് കമ്പനിക്ക് മാക്സിമം, ഒരു കമ്പനിക്ക് എത്ര ഷെയർ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും റേസ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ഇതിനകത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ എന്താ കാണിക്കുന്നത്? മാക്സിമം ഒരു കമ്പനിക്ക് എത്ര ഷെയർ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു പറയാം 1000 ഷെയർസ് ഒരു കമ്പനിയുടെ മാക്സിമം 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാക്സിമം 1000 എന്നുണ്ടല്ലോ, അതിനെയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അതിനകത്തുനിന്ന് കമ്പനി ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിന്, എനിക്ക് അതിനകത്തുനിന്ന് 500 ഷെയർസ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ 500 ഷെയർ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഒരു 500 ഷെയറിനെ പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി അതിൽ നിന്ന് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് പബ്ലിക് എടുക്കുന്ന ക്യാപിറ്റലിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് സെബി ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ 90% വേണം. അതായത് ഞാനിപ്പം 1 ലക്ഷം ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 90,000 ഷെയർ എന്ത് ചെയ്തിരിക്കണം? സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇപ്പൊ 90,000 ആണ് വേണ്ടത്, അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 90%.
അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് 90,000 ചിലപ്പോൾ 80,000 ആയിരിക്കും നമുക്ക് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത്, അപ്പം 90,000 കുറഞ്ഞു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചിലപ്പം ഇഷ്യൂ ചെയ്യുന്നത് 10,000 ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക് അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അതായത് 1,00,000 ഷെയർസ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ 1,50,000 ആണെന്ന് വെച്ചോ. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രിപ്ഷൻ. നമുക്ക് 90,000 അത്രയും മതി, അല്ലെ മാക്സിമം ആ 1,00,000 രൂപ മതി. പക്ഷെ 1,50,000 ആയല്ലേ ഇവിടെ. ആ 50,000 എന്ന് പറഞ്ഞ എക്സ്ട്രാ അല്ലേ. ആ എക്സ്ട്രാ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ. എത്രയാണോ നോർമൽ വേണ്ടുന്നത് അതിനേക്കായിട്ട് മുകളിൽ നിൽക്കുന്ന, അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ, അതായത് 90,000 നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, 90% ഷെയർ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അത്രയും കിട്ടിയ അത്രയും നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇനി ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസിലാണെങ്കിൽ 3 രീതിയിലാണ് ആ ഓവർ സബ്സ്ക്രിപ്ഷനെ കമ്പനി ഡീല് ചെയ്യുന്നത്. ഒന്നെങ്കിൽ റിട്ടേൺ ദി എക്സസ് ഇൻ ഫുൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1,00,000 ആണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ, അതായത് നമുക്ക് 1,00,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അത് പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു? 1,50,000 ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ റിട്ടേൺ ദി എക്സസ് ഇൻ ഫുൾ, 50,000 രൂപയും തിരിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ദി എക്സസ് ഓൺ റിമൈനിങ് കോൾ. ഞാൻ പറയാം, താഴോട്ട് വരുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അങ്ങനെയുണ്ട്. അപ്പൊ റിമൈനിങ് കോൾ, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ അങ്ങനെ വിളിക്കുക. അപ്പൊ അതിനകത്ത് എമൗണ്ടിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും ഈ എക്സ്ട്രാ സബ്സ്ക്രൈബ് ചെയ്തത്. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ എനിക്ക് ഒരാള് 50 രൂപ തരാനുണ്ട്, ഞാൻ ഒരാൾക്ക് 70 രൂപ കൊടുക്കാനുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ എത്ര രൂപ അവർക്ക് കൊടുത്താൽ മതി? 20 രൂപ. അതുപോലെ റിമൈനിങ് കോൾസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ് ദി എക്സസ് ഓൺ റിമൈനിങ് കോൾ. ഇനി അതും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എബോവ് ടു, ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഈ ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഫുൾ എമൗണ്ട്, എക്സസ് നിൽക്കുന്ന ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുക്കും. ഇനി അതല്ലെങ്കിൽ റിമൈനിങ് കോളിൽ, ബാക്കി കോൾ വിളിക്കുന്നതിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ രീതിയിലും ചെയ്യാം. അതിനെയാണ് പ്രോറേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് പ്രോറേറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറച്ചു പേർക്ക് എന്ത് ചെയ്യും? ഷെയർ കൊടുക്കും, ബാക്കി കുറച്ചു പേര് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ആ ഒരു കേസാണ് പ്രോറേറ്റ അലോട്ട്മെന്റ്. ക്ലിയർ? അപ്പൊ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ അടുത്തത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കോള് പബ്ലിക് എത്രയും സബ്സ്ക്രൈബ് ചെയ്തു, ഇപ്പൊ 10 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കോൾ ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് കോൾ ചെയ്യും. അപ്പൊ അതിനകത്ത് ആദ്യമേ ചിലപ്പോൾ 4 രൂപയുടെ ഷെയർസിന്റെ വാല്യൂ ആണ് അടയ്ക്കാൻ പറയുന്നത്. അതിൽ ചിലപ്പോൾ 4 രൂപ അവർ അടയ്ക്കണം എന്നില്ല. അപ്പൊ അവര് പബ്ലിക് അടയ്ക്കുന്ന എമൗണ്ട് ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു വരും. ക്ലിയർ? അപ്പൊ ഇതാണ് ഷെയർ ക്യാപിറ്റലിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്. Then issue of shares. A company can issue its shares either at par or at premium or even at a discount. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ പാറിലായിരിക്കും, അല്ലെങ്കിൽ പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിൽ തന്നെ. ഇപ്പൊ 10 രൂപയുടെ ഷെയർ നമ്മൾ പറഞ്ഞില്ലേ, 1,10,000 10 രൂപയുടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ 10 രൂപയാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ പാറിൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു, ഫേസ് വാല്യൂവിൽ. ഇനി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when company decide to issue shares at a price higher than the nominal value അല്ലെ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനെക്കാട്ടും ഹയർ എമൗണ്ടിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുവാണ്. അതായത് 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് ഷെയർ 12 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫേസ് വാല്യൂവിനായിട്ട് കൂടി നിൽക്കുമല്ലേ. അതാണ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഷെയർ ചിലപ്പം 8 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഷെയർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. ഇപ്പൊ ഈ ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്യണം. ദെൻ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് വെൻ എ ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ഓർ കോൾ മണി. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ സമയത്ത് അതിന്റെ എന്താ പറയുന്നത്, ട്രാൻസാക്ഷൻ ജേർണൽ എൻട്രീസ് ഒക്കെ അതിന്റെ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് പഠിക്കണം. നമുക്കിപ്പോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്താ, ക്യാഷ് ആയിട്ട് വേണമെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്യാം,
ക്യാഷിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൈൻഡിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഈ കൈൻഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുന്നത്, ഈ രണ്ട് കമ്പനിയിൽ ഒരു മ്യൂച്വൽ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം എ കമ്പനിയുടെ ഷെയർ ബി കമ്പനി വാങ്ങുക, ഈ ബി കമ്പനിയുടെ ഷെയർ എ കമ്പനി വാങ്ങുക, അങ്ങനെ. അതാണ് കൈൻഡിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടായിരിക്കും, അപ്പൊ നമുക്ക് അവർക്ക് അത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഷെയർ കുറച്ച് അവർക്ക് ഷെയർ ആയിട്ട് കൊടുക്കും. അതും ഈ കൈൻഡിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ വരുന്നതാണ്. ഇനി ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യും. അതിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലംസം പേയ്മെന്റ് ആയിട്ടും ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും ഇഷ്യൂ ചെയ്യാം. ഇപ്പൊ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1,00,000 രൂപയാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പൊ 10 രൂപയുടെ 10,000 ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നു. അപ്പം പബ്ലിക് 10,000 ഷെയർസ് വാങ്ങി 10 രൂപ വെച്ച് ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചടയ്ക്കുന്നു. അതാണ് ലംസം പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തവണകളായിട്ടാണ് ആ ഷെയറിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ആപ്ലിക്കേഷൻ അയക്കും, അപ്പൊ അതോടൊപ്പം ഒരു ചെറിയ എമൗണ്ട് അവർ തരും, അതാണ് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ക്യാഷ് വേണോ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, കോൾ ചെയ്യും. ഓരോ കോള്, ഫസ്റ്റ് കോള് വിളിക്കും, സെക്കൻഡ് കോള് വിളിക്കും, അങ്ങനെ അങ്ങനെ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും തരുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ജേർണൽ എൻട്രീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഇപ്പൊ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തില്ല. നമ്മൾ പറഞ്ഞു ഷെയർ പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അതുപോലെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ലംസമിന്റെ കേസിൽ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ആ കേസിലാണെങ്കിൽ പാർ ഫേസ് വാല്യൂല് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ജേർണൽ എൻട്രി എങ്ങനെയാ വരുന്നത്, ആപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് വരും. ഇനി ഈ ഷെയർ ആപ്ലിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം, ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ക്യാപിറ്റലിലോട്ട് മാറ്റണം എന്ന് പറയും. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. അപ്പൊ ഇതാണ്. ഇനി റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നേ, നമ്മളുടെ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ഓവർ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കേസിൽ അത് എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ വരുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും. ഓക്കെ. ഇനി നമ്മൾ ഈ ലംസമിന്റെ കേസിൽ തന്നെ പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്, പ്രീമിയത്തിൽ, അതായത് ഫേസ് വാല്യൂവിനെക്കാട്ട് കൂടിയ എമൗണ്ടിലായിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വരും. സെക്യൂരിറ്റീസ് പ്രീമിയത്തിലാണ് ആ പ്രീമിയം എമൗണ്ട് എക്സസ് വരത്തില്ല. 10 രൂപയുടെ ഷെയർ നമ്മൾ 12 രൂപയ്ക്ക് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 രൂപയല്ലേ പ്രീമിയം വരുന്നത്, അത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലാണ് ആ എമൗണ്ട് കാണിക്കുന്നത്. ഇനി റീഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും. ക്ലിയർ. ഇനി ഇൻസ്റ്റാൾമെന്റിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ജേർണൽ എൻട്രി വരുന്നത്, ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എഴുതും. ഇനി ഈ ഷെയർ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പൊ എങ്ങനെ എൻട്രി വരുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ഇനി വരുന്ന അടുത്ത ട്രാൻസാക്ഷൻ മുതൽ ഇൻസ്റ്റാൾമെന്റിന്റെ കേസിലാണ് നമ്മൾ ആദ്യമേ ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യും. അതായത് അലോട്ട്മെന്റ് മണി നമ്മൾ ആദ്യമേ ഡ്യൂ ആക്കി വെക്കും. അതിനുശേഷമാണ് ഡ്യൂ ആക്കിയതിന് ശേഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ മണി കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഷെയർ ആദ്യം എന്താ ചെയ്യണം, ഇനിയുള്ള കേസിൽ, ബാക്കിയുള്ള ട്രാൻസാക്ഷനിൽ ആദ്യമേ നമ്മൾ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം, ഡ്യൂ ആക്കണം. അപ്പം ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ട്രാൻസാക്ഷൻ വരുന്നത്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ഇനി ആ അലോട്ട്മെന്റ് മണി എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്, ക്യാഷ് വരുമല്ലേ ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് കോൾ ഒക്കെ വരുമ്പോഴും. ആദ്യമേ നമ്മൾ ഡ്യൂ ആക്കുന്നു, പിന്നെ ആ ഫസ്റ്റ് കോള് കിട്ടിയെന്ന് വരും. സെക്കൻഡ് കോളിന്റെ കേസിൽ അതുപോലെ തന്നെയാണ്. ഇനി പ്രീമിയത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുക, നമ്മൾ കോൾ ചെയ്ത പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തതെന്ന് പറയും. അപ്പം ക്വസ്റ്റ്യനകത്ത് അത് പറയും ഏത് കോളിലാണ് ഇത് വാങ്ങിക്കേണ്ടത്, ഈ പ്രീമിയം എമൗണ്ട് വാങ്ങിക്കേണ്ടത് ഏത് കോളിലാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ആ ഒരു
കോളിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല, ഈ പ്രീമിയത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എവിടെയാണ് കാണിക്കേണ്ടത്? അലോട്ട്മെന്റ് മണിയിലാണ്. ഷെയർ അലോട്ട്മെന്റിന്റെ കേസിൽ ആ ഒരു ട്രാൻസാക്ഷനിലാണ് സെക്യൂരിറ്റീസ് പ്രീമിയം കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ടു ഷെയർ ക്യാപിറ്റൽ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരും. ഇനി ഫസ്റ്റ് കോളിന്റെ കേസിലാക്കിയിട്ട് ഫസ്റ്റ് കോളിലാണ് ഇത് പ്രീമിയം കിട്ടുന്നതെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ക്ലിയർ? നമ്മുടെ നോട്ട്സിൽ ആ ട്രാൻസാക്ഷൻ ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടി നന്നായിട്ട് പഠിക്കുക. ദെൻ forfeiture of shares. Forfeiture of shares എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Cancellation of shares when a shareholder fails to pay allotment or call money. കോൾ മണിയോ അലോട്ട്മെന്റ് മണിയോ അടയ്ക്കാത്ത കേസിൽ ഷെയർ ഹോൾഡറിന്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു 14-day നോട്ടീസ് അവർക്ക് സെൻഡ് ചെയ്യാം. അപ്പം 14 ദിവസം കഴിഞ്ഞിട്ടും ഫസ്റ്റ് കോളോ അല്ലെ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ ഒന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി അവരുടെ ഷെയർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി ആരുടെ ഷെയർ ആയിരിക്കും? അത് ഷെയർ ഇനി കമ്പനിയുടേതായിരിക്കും. അപ്പൊ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന ഷെയറിനെ പറയുന്ന പേരാണ് forfeiture ഓഫ് ഷെയർസ്. ഈ forfeiture ഓഫ് ഷെയർസ് നമ്മൾ എന്തിലൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? പാറിലാകാം, പ്രീമിയത്തിലാകാം, അതുപോലെ ഡിസ്കൗണ്ടിലായിരിക്കും. forfeiture ഓഫ് ഷെയർസിന്റെ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു forfeiture ഷെയർസ് അക്കൗണ്ട് ടു അലോട്ട്മെന്റ് അക്കൗണ്ട് ആൻഡ് ടു ഷെയർ കോൾ അക്കൗണ്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ അവിടെ കമ്പനി കോൾ ചെയ്ത എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഈ ടു forfeiture അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, forfeiture ഷെയർ അക്കൗണ്ടിനകത്ത് ഷെയർ ഹോൾഡർ പേ ചെയ്ത എമൗണ്ട് ആണ് ആ ടു forfeiture അക്കൗണ്ടിൽ എഴുതുന്നത്. ഇനി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ ആൻഡ് ഷെയർ കോൾ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് അൺപെയ്ഡ് എമൗണ്ട്. ഏത് കോളാണോ അവർ അടയ്ക്കാതിരുന്നത്, എത്രയാണോ അടയ്ക്കാത്തത് എന്നുള്ള ഒരു അൺപെയ്ഡ് എമൗണ്ട് ആണ് ആ അലോട്ട്മെന്റ് മണി അല്ലെ കോൾ മണിയിൽ, ഷെയർ അലോട്ട്മെന്റിൽ ഷെയർ കോളിൽ കാണിക്കുന്നത്. ക്ലിയർ? ഇനി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തെ അഡ്ജസ്റ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയത്തെ ഇവിടെ ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു forfeiture ഷെയർസ് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, അങ്ങനെ വരും. ഇനി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഷെയർസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു forfeiture ഷെയർ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് എന്ന് വരും. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുത്തത് ആണ് ഡിസ്കൗണ്ട് ഓൺ ഷെയർസിൽ വരുന്നത്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു കമ്പനി കോൾ ചെയ്ത എമൗണ്ട്, forfeiture ഷെയർസിന്റെ അക്കൗണ്ടിൽ ഷെയർ ഹോൾഡർ പേ ചെയ്ത എമൗണ്ട് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ forfeiture ഓഫ് ഷെയർസിന്റെ ഒക്കെ പ്രോബ്ലം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെയ്ത് ഈ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ വെച്ച് ജേണൽ എൻട്രി വെച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇതെല്ലാം ഈ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു പ്രോബ്ലത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു ക്ലാസ് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഈ പഠിക്കുന്ന കൂട്ടത്തിൽ പ്രോബ്ലംസും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഈ ഒരു സെക്ഷനിനകത്ത് forfeiture ഓഫ് ഷെയർസിന്റെ പ്രോബ്ലം അതുപോലെ തന്നെ റീഇഷ്യൂ ഓഫ് ഷെയർസിന്റെ പ്രോബ്ലം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് forfeiture ഓഫ് ഷെയർസ് പാറിൽ ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത്, then reissue of shares. Forfeited shares are available with the company for sale. ഇനി എന്ത് ചെയ്യുന്നത്? ഈ കമ്പനി ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെന്റ് മണി അല്ല കോൾ മണിയോ അടയ്ക്കാത്തത് മൂലം അവരുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആരുടെ ഷെയർ ആവും എന്ന് പറഞ്ഞു? കമ്പനിയുടെ ഷെയർ ആയി മാറും. ഈ കമ്പനിയുടെ ഷെയർസ് പിന്നെ കമ്പനി എന്ത് ചെയ്യുന്നത്? വിൽക്കും. അങ്ങനെ വിൽക്കുന്നതിനെയാണ് റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത് 3 ടൈപ്പില് റീഇഷ്യൂ ചെയ്യാം. പാറിൽ റീഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാം, ആൻഡ് പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ലിക്വിഡേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ ലിക്വിഡേഷനെ പറ്റിയാണ് പറയുന്നത്. ലിക്വിഡേഷൻ ഈസ് ദി ലീഗൽ പ്രൊസീജിയർ ബൈ വിച്ച് ദ കമ്പനി കംസ് ടു ആൻ എൻഡ്. അതായത് കമ്പനി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന, അതായത് അതിന്റെ കമ്പനിയുടെ ഒരു അവസാനം എന്ന് പറയുന്ന ആ ഒരു ലീഗൽ പ്രൊസീജിയറിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം,
കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് എൻഡഡ് ബൈ ലോ. അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ആസ് പെർ ലോ, ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അതുപോലെ ഈ അവസാനിക്കുന്നത് കമ്പനി എൻഡ് ചെയ്യുന്നതും ആസ് പെർ ലോ പ്രകാരമാണ്. ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ ആണ്, ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇനി മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഏതൊക്കെ രീതിയിലാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്? എന്താ ഈ വൈൻഡിങ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലിക്വിഡേഷൻ, അതായത് ലിക്വിഡേഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ ബിഗിനിങ് പോയിന്റിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡേഷനെ എൻഡിങ് പ്രോസസ്സിനെ എന്തായിരിക്കും പറയുന്നത്? ഡിസൊല്യൂഷൻ എന്നാണ് പറയുന്നത്, ഡിസൊല്യൂഷൻ. ക്ലിയർ? അപ്പൊ ഏതൊക്കെ രീതിയിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം? രണ്ട് രീതിയിലാണ് മെയിൻലി കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. കമ്പൽസറി വൈൻഡിങ് അപ്പ് ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി ആയിട്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും ആസ് പെർ ലോ. ഇവിടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം, അതുപോലെ തന്നെ IBC 2016. IBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, അതാണ് IBC 2016 ബേസിലുമാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് നടക്കുന്നത്. അപ്പൊ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഏതൊക്കെ കേസിലാണ് നടക്കുന്നതെന്ന് നോക്കാം. കമ്പനിക്ക് ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, കമ്പനിയുടെ ഡെപ്റ്റ് ഒരു രീതിക്കും അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, അതാണ് IBC 2016 പ്രകാരമാണ് ഇത് വരുന്നത്, കമ്പൽസറി വൈൻഡിങ് അപ്പിനകത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഈ ഗ്രൗണ്ട്സ് അതർ ദാൻ ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, നമ്മൾ പറഞ്ഞില്ലേ കമ്പനിക്ക് ഡെപ്റ്റ് ഒരു രീതിയിൽ അടയ്ക്കാൻ പറ്റത്തില്ല. ഇനി അതോടൊപ്പം ബാക്കി വരുന്ന കേസ്, ബാക്കി കുറച്ച് കേസ് വരുന്നുണ്ട്. ബാക്കി നമ്മൾ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, ഇനി അതോടൊപ്പം വരുന്ന 5 കാര്യങ്ങളാണ് കമ്പൽസറി വൈൻഡിങ് അപ്പിനകത്ത് വരുന്നത്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ഒന്ന്, കമ്പനി ഇറ്റ്സെൽഫ് വാണ്ട് ടു ലിക്വിഡേറ്റഡ് ബൈ ട്രിബ്യൂണൽ. കമ്പനി തന്നെ തീരുമാനിക്കുകയാണ് അതിനെ ലിക്വിഡേറ്റ് ചെയ്യണം, അതായത് ട്രിബ്യൂണൽ പ്രകാരം. ഇവിടെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുന്നത്, ഈ ലിക്വിഡേഷൻ കമ്പൽസറി വൈൻഡിങ് അപ്പ് നടത്തുന്നത് ട്രിബ്യൂണലാണ്, NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയും. അപ്പൊ അത് പ്രകാരം NCLT പ്രകാരമാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ കേസിലാണ് ട്രിബ്യൂണൽ പറയുക കമ്പനി തന്നെ സ്വയമേ ലിക്വിഡേറ്റ് ചെയ്യണം? അതാണ് ഒന്നാമത്തെ കേസ്. അതായത് കമ്പൽസറി വൈൻഡിങ് അപ്പിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, കമ്പനിയുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റത്തില്ല, കമ്പനിക്ക് അവരുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റാത്ത ഒരു കേസ്. രണ്ടാമത് പറഞ്ഞ് ഗ്രൗണ്ട്സ് അതർ ദാൻ ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, ആ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതോടൊപ്പം തന്നെ വേറെ 5 കാര്യങ്ങൾ വരുന്നുണ്ട്. ആ 5 കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രിബ്യൂണൽ പറയുക കമ്പനി, നിങ്ങൾ തന്നെ ആ കമ്പനി തനിയെ എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക, ലിക്വിഡേറ്റ് ചെയ്യാൻ. അതാണ് ഒന്നാമത്തെ കേസ്, കമ്പനി ഇറ്റ്സെൽഫ് വാണ്ട് ടു ലിക്വിഡേറ്റഡ് ബൈ ട്രിബ്യൂണൽ. രണ്ടെന്ന് പറഞ്ഞാൽ കമ്പനി ഈസ് ആക്ടിങ് അഗൈൻസ്റ്റ് ഇന്ത്യൻ ലീഗൽ പ്രകാരം, അതായത് ഇന്ത്യയുടെ എത്തിക്സിനെതിരായിട്ട് കമ്പനിയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്പനി ഈസ് ആക്ടിങ് അഗൈൻസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ കമ്പൽസറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറയും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഹാസ് കണ്ടക്റ്റഡ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്, കമ്പനി ചില ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറയും. ഇനി കമ്പനി ഫെയിൽസ് ടു ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനി ഓർ ഫയലിംഗ് ആനുവൽ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. അതായത് കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലെ ആനുവൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ കമ്പനി കമ്പൽസറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് ഓൺ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ പറയുകയാണ് ഇത് നിങ്ങൾ ഡെപ്റ്റ് ഒന്നും അടയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെ ഇന്ന കാരണം നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ട്രിബ്യൂണൽ പറയും. അതാണ് അഞ്ചാമത്തെ കേസസ്. ഇത് ഇത്രയുമാണ് കമ്പൽസറി വൈൻഡിങ് അപ്പിനകത്ത് വരുന്നത്. ഒന്ന്, ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, അത് IBC 2016 പ്രകാരം. ഇനി ഗ്രൗണ്ട്സ് അതർ ദാൻ ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്, അതാണ് രണ്ടാമതായിട്ട്
കമ്പൽസറി വൈൻഡിങ് അപ്പിനകത്ത് പറയുന്നത്. അത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ 5 സർക്കംസ്റ്റാൻസസ് ആണുള്ളത്. ഒന്ന്, കമ്പനി ഇറ്റ് സെൽഫ് വാണ്ട് ടു ലിക്വിഡേറ്റഡ് ബൈ ട്രിബ്യൂണൽ. 2, കമ്പനി ഈസ് ആക്ടിംഗ് എഗെയിൻസ്റ്റ് ഇന്ത്യ. 3, കമ്പനി ഹാസ് കണ്ടക്ടഡ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. 4, കമ്പനി ഫെയിൽസ് ടു ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനി or filing annual report immediately preceding 5 consecutive years. And last one, winding up on just and equitable grounds in the opinion of tribunal. ഇത്രയുമാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്തുന്നത് IBC 2016 സെക്ഷൻ 59 പ്രകാരമാണ്. IBC എന്താന്ന് നമ്മൾ പറഞ്ഞു, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഓക്കെ, ഇനി ഹൂ ക്യാൻ ഫയൽ ദ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ടു ട്രിബ്യൂണൽ? ആരാണ് ഈ ട്രിബ്യൂണലിൽ പെറ്റീഷൻ കൊടുക്കുന്നത് കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടി? 5 പേരാണ് ഇതിൽ വരുന്നത്. 1, ദ കമ്പനി ഇറ്റ് സെൽഫ്. 2, കോൺട്രിബ്യൂട്ടറി. കോൺട്രിബ്യൂട്ടറി ആരാണ്? കോൺട്രിബ്യൂട്ടറി ഈസ് ആൻ എനി പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻ ദി ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ. അതാരായിരിക്കും? ലിക്വിഡേഷന്റെ ടൈമിൽ അവർക്ക് പേയ്മെന്റ് കിട്ടാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി. അതാരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ്, കോൺട്രിബ്യൂട്ടറി. 3, രജിസ്ട്രാർ ഓഫ് കമ്പനി, കമ്പനിയുടെ രജിസ്ട്രാർ. 4, എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തി. 5, സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും പേരാണ് വൈൻഡിങ് അപ്പിന് വേണ്ടി ട്രിബ്യൂണലിൽ എന്ത് ചെയ്യുന്നത്? പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഇനി ലിക്വിഡേഷൻ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത്, ഒരു ലീഗൽ പ്രോസസ് ആണ്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പറയാം അതിന്റെ ഒരു പ്രോസസ്സ്. ഞാനൊരു ഓവർവ്യൂ തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ 5 അതോറിറ്റീസ് ഇല്ലേ, കമ്പനി ഇറ്റ് സെൽഫ്, കോൺട്രിബ്യൂട്ടർ, രജിസ്ട്രാർ, സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ, അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും ഇതിൽ ആരെങ്കിലും ആർക്ക്? NCLTക്ക്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പെറ്റീഷൻ കൊടുക്കും. അപ്പം ഈ ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ആ ട്രിബ്യൂണലിന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? കമ്പനി ആ ട്രിബ്യൂണല് ഒരു ലിക്വിഡേറ്ററിനെ, ഒഫീഷ്യലായിട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഒരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പ്രിപ്പയർ ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അതായത് കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത് ആർക്ക്? ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്ത ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന് കൊടുക്കും. കാരണം ഈ ലിക്വിഡേറ്റർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്, കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും ആ ലിക്വിഡേറ്റർക്ക് ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്നത്. ഇനി ഈ ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നത്? അസറ്റ്സ് എല്ലാം സെല്ല് ചെയ്യും. കമ്പനിയുടെ അസറ്റ്സ് സെല്ല് ചെയ്യും. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ആദ്യമേ സെല്ല് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? ആ റിയലൈസ് ചെയ്ത എമൗണ്ട്, അസറ്റ്സ് റിയലൈസ് ചെയ്ത എമൗണ്ട് വെച്ചിട്ട് ലയബിലിറ്റീസ് പേ ചെയ്യും. ആ ലയബിലിറ്റീസ് പേ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരമാണ് ലയബിലിറ്റീസ് പേ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ആയിട്ട് ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യാഷ് ബുക്ക് രീതിയിലാണ്. ക്ലിയർ? അപ്പം ആ പ്രോസസ് ഓഫ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ആദ്യം എന്താ ചെയ്യുന്നത്? ലിക്വിഡേറ്റർ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസ്, അസറ്റ്സ് എല്ലാം വിൽക്കും. പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ലയബിലിറ്റീസ് കൊടുത്തു തീർക്കും. ദ മണി റേസ്ഡ് ഇൻ ദിസ് മാനർ ഈസ് ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് വേരിയസ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു തീർക്കും. ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗിവൺ ടു ദി കമ്പനി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ആ ഒരു ഓർഡർ പറയാം. ദ റിമൈനിങ് മണി ഈസ് ദെൻ യൂസ്ഡ് ടു ഡിസ്ചാർജ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഞാൻ ആദ്യമേ റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ വരാം? കമ്പനിയുടെ ആദ്യത്തെ നമ്മുടെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള എമൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നോക്കും. ഇനി അസറ്റ് റിയലൈസ് ചെയ്യും. അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് ആ അസറ്റിനെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നത് ആദ്യമേ കൊടുക്കുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിരിക്കും. പിന്നീട് കറന്റ് അസറ്റ്സ് കൊടുക്കും. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലാസ്റ്റിലാണ് ഫിക്സ്ഡ് അസറ്റ് കൊടുത്തു തീർക്കുന്നത്. ഇനി ഈ അസറ്റ് റിയലൈസ് ചെയ്തതിൽ നിന്ന് പേയ്മെന്റ്സ് നടത്തും. ഫസ്റ്റ് ലീഗൽ ചാർജസ്.
നമ്മളൊരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിക്കുള്ള ലീഗൽ ചാർജസ് കൊടുക്കും. ഇനി ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കൊടുക്കും. അതായത് അസറ്റ് റിയലൈസ് ചെയ്തതിൽ നിന്നും ആ പുള്ളിക്ക് ലിക്വിഡേറ്റർക്ക് ഒരു കമ്മീഷൻ, അതാണ് ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അസറ്റ് റിയലൈസ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കമ്മീഷൻ, ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ലിക്വിഡേറ്റർക്ക് കൊടുക്കും. അതാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത്. ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ആ ഓർഡർ കറക്റ്റ് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ലീഗൽ ചാർജസ് കൊടുക്കും, 2 ലിക്വിഡേറ്റേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കും, മൂന്നാമതായിട്ട് ലിക്വിഡേഷൻ എക്സ്പെൻസസ് മെറ്റ് ചെയ്യും, നാലാമതായിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുക, അവരുടെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള എമൗണ്ട് കൊടുക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. നാലാമതായിട്ട് റിട്ടേൺ ഓൺ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കും. അതിൽ തന്നെ ക്രെഡിറ്റേഴ്സിൽ തന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനായിരിക്കും, പിന്നീടാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ആദ്യമേ കൊടുക്കും, പിന്നീട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കും. അതും കഴിഞ്ഞിട്ടാണ്. അപ്പൊ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് ആരൊക്കെ വരും എന്നുള്ള കാര്യം അത് പഠിക്കണം, ഞാൻ പറയാം. അപ്പൊ ഈ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതും കഴിഞ്ഞ് ഇനി എമൗണ്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് 7 ഏരിയ ആണ് വരുന്നത്. അതായത് 7 കാര്യങ്ങളാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. അതും വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. അപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്ന ആദ്യത്തേത് ഗവൺമെന്റ് ടാക്സസ്. അതായത് 12 മാസത്തെ ഗവൺമെന്റ് ടാക്സസ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് വരും. അപ്പം 12 മാസം കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ഉണ്ട്, ഒരു 14 മാസത്തെയൊക്കെ ഉണ്ടെങ്കിൽ ആ ബാക്കി 2 മാസം എന്നുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ പോകും. ഇനി രണ്ടാമത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ രണ്ടാമത് വരുന്നത് എക്സ്പെൻസസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, മൂന്നാമത് ഹോളിഡേ റെമ്യൂണറേഷൻ, നാലാമത് കോൺട്രിബ്യൂഷൻ അണ്ടർ ESI, 5 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, 6 PF ആൻഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, 7 സാലറി ഓർ വേജസ് ടു എംപ്ലോയീസിന് കൊടുക്കാനുള്ള സാലറിയും വേജസ്. ഇതിനകത്തും കണ്ടീഷൻ ഉണ്ട്. 12 മാസത്തെ സാലറി ഓർ വേജസ് ആണ് എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഈ 12 മാസത്തിൽ തന്നെ ഏതെങ്കിലും 4 മാസത്തെ സാലറി ആയിരിക്കും കൊടുക്കുന്നത്, ഏതെങ്കിലും 4 മാസത്തെ. ഇനി ആ 4 മാസത്തെ സാലറി 20,000 രൂപയിൽ കൂടുതൽ കൂടാനും പാടില്ല. ഒരു എംപ്ലോയിയുടെ കേസിൽ 4 മാസത്തെ സാലറി 20,000 രൂപയിൽ എക്സീഡ് ചെയ്യാനും പാടില്ല. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. എമൗണ്ട് എത്രയാണ്, അല്ലെ എത്ര മാസത്തെയാണ്, അല്ലെ മാക്സിമം എത്ര മാസത്തെ എമൗണ്ട് ആണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ 4 മാസം 5 മാസം 6 മാസം അങ്ങനെ പറഞ്ഞ് കൊടുക്കും. അപ്പൊ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ക്ലിയർ? അതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അപ്പൊ 4 മാസം, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ 10 മാസത്തെ ഒരു എംപ്ലോയിക്ക് 10 മാസത്തെ സാലറി ഡ്യൂ ആയിട്ടുണ്ട്. ഒരു മാസം 3,000 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പം 10 മാസം 30,000 രൂപ യഥാർത്ഥത്തിൽ കിട്ടണമല്ലോ. പക്ഷെ നമ്മൾ എത്ര രൂപയെ കൊടുക്കത്തുള്ളൂ? 4 മാസത്തെയാണ് കൊടുക്കുന്നത്. അപ്പൊ എത്ര വരും? 12,000 രൂപയാണ് കിട്ടുന്നത്. മാക്സിമം 20,000 രൂപ, പക്ഷെ 4 മാസത്തെ അല്ലേ കൊടുക്കത്തുള്ളൂ. അപ്പൊ 12,000 രൂപ, 4 ഇൻറ്റു 3,000 12,000. ഇനി ബാക്കി 30,000 അല്ലേ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്, 10 മാസത്തെ അല്ലേ ഡ്യൂ ആയിട്ടുള്ളത്. അപ്പൊ ബാക്കി വരുന്ന 18,000 രൂപ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ക്ലിയർ? അപ്പൊ ഇത്രയാണ് പേയ്മെന്റ് നടത്തുന്നത്. റെസിപ്റ്റ് ആയിട്ട് വരുന്നത് ആദ്യമേ അവരുടെ കയ്യിലുള്ളത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും. പിന്നെ അസറ്റ്സ് റിയലൈസ് ചെയ്യും. ഏറ്റവും പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആദ്യമേ കൊടുക്കും. അപ്പൊ ആദ്യമേ ഏത് അസറ്റ് കൊടുക്കും? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കൊടുക്കും, കറന്റ് അസറ്റ് കൊടുക്കും, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കും, പിന്നീട് ഫിക്സഡ് അസറ്റ്സ് കൊടുക്കും. ഇനി ഈ അസറ്റ്സ് റിയലൈസ് ചെയ്തതിൽ നിന്നും പേയ്മെന്റ്സ് നടത്തും. ഫസ്റ്റ് ലീഗൽ ചാർജസ്, ദെൻ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, തേർഡ് liquidation expenses, ഫോർത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട്, റിട്ടേൺ ഓൺ ക്രെഡിറ്റേഴ്സ്, അതിനകത്ത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഫസ്റ്റ് കൊടുക്കും, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പിന്നെ കൊടുക്കും, ദെൻ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതും കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു ഫോർമാറ്റ്. ഇനി ആക്ച്വൽ പ്രാക്ടീസിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്
ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെക്കാട്ടും ആദ്യമേ എമൗണ്ട് കൊടുക്കുന്നത്. ക്ലിയർ? അടുത്ത സെറ്റാണ്, അടുത്ത ഏരിയ ആണ് അമാൽഗമേഷൻ. അമാൽഗമേഷനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇസ് ഡിഫൈൻഡ് ആസ് ദി കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ കമ്പനീസ് ഇൻ ടു എ ന്യൂ കമ്പനി. അതായത് രണ്ടോ അതിലധികമോ കമ്പനീസ് ചേർന്ന് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ടോ അതിലധികമോ കമ്പനി ചേർന്ന് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുകയോ ചെയ്യുന്നതിന് എന്തെന്ന് പറയാം? അമാൽഗമേഷൻ എന്ന് പറയാം. അപ്പൊ മെയിൻലി അമാൽഗമേഷനകത്ത് 3 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഒന്ന് അമാൽഗമേഷൻ, മെർജിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് ഇപ്പൊ 2 കമ്പനി ഉണ്ട്, എ എന്ന് പറഞ്ഞ കമ്പനി, ബി എന്ന് പറഞ്ഞ കമ്പനി. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണത്താല്, അവർക്ക് എന്തെങ്കിലും ഡെപ്റ്റ് കാരണോ അങ്ങനെ ഏതെങ്കിലും കാരണത്തില് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലെങ്കിൽ ഇനി ഈ എ കമ്പനിയും ബി കമ്പനിയും കൂടി മെർജ് ചെയ്ത് AB ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി ഫോം ചെയ്യും. അതാണ് അമാൽഗമേഷൻ ബൈ മെർജിങ് എന്ന് പറയുന്നത്. ഇനി അബ്സോർപ്ഷന്റെ കേസ്, അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. പി എന്ന് പറഞ്ഞൊരു ചെറിയ കമ്പനിയും ക്യൂ എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ക്യൂ എന്ന് പറഞ്ഞ വലിയ കമ്പനി ഈ പി എന്ന് പറഞ്ഞ ചെറിയ കമ്പനി എന്ത് ചെയ്യുന്നു? ടേക്ക് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ പറയത്തില്ലേ വലിയ മീന് ചെറിയ മീനിനെ പിടിച്ചു എന്ന്, അതേ കോൺസെപ്റ്റ് തന്നെ. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, അതാണ് അമാൽഗമേഷന്റെ മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഓൾറെഡി ഉണ്ട്. ഇനി അവരുടെ ബാഡ് റെപ്യൂട്ടേഷൻ കാരണം അവർക്ക് കമ്പനി അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്തു. എങ്ങനെ? വിത്ത് സെയിം ഷെയർ ഹോൾഡേഴ്സ്. എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലെ സെയിം ഷെയർ ഹോൾഡേഴ്സിനെ വെച്ചുകൊണ്ട് പുതിയൊരു കമ്പനി പുതിയ പേരിൽ തുടങ്ങുന്നതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ കമ്പനി വൈ കമ്പനി എന്ന് പറഞ്ഞ ഒരു പുതിയ കമ്പനി ഫോം ചെയ്തു. ഇനി ആ എക്സ് കമ്പനിയുടെ സെയിം ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും വൈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, UTI ബാങ്ക്. നേരത്തെ UTI ബാങ്ക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അതെന്തായി? ആക്സിസ് ബാങ്ക് എന്നായി. അവിടുത്തെ എംപ്ലോയീസും കാര്യങ്ങളും എല്ലാം പഴയത് തന്നെ. ഓക്കെ, അതാണ് അമാൽഗമേഷന്റെ 3 ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ്. ഇനി അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്. അപ്പൊ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ എന്ന് പറഞ്ഞാൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് അതിന്റെ വേറൊരു ഇത്. അപ്പൊ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഒന്ന്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മെർജ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു, അല്ലെ ഒരു കമ്പനി അബ്സോർബ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു പഴയ കമ്പനി ഉണ്ട്, ഒരു പുതിയ കമ്പനി ഉണ്ട്. ഓക്കെ, ആ ഓൾഡ് കമ്പനിയെ, പഴയ കമ്പനിയെ നമ്മൾ പറയുന്നത് അമാൽഗമേഷന്റെ കേസിൽ പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനി എന്നാണ്, അല്ലെങ്കിൽ വെൻഡർ കമ്പനി എന്ന് പറയും. ഇനി പുതിയതായിട്ടുണ്ടായ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയാണ് നമ്മൾ ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ പർച്ചേസിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ട്സും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും നോക്കണം, ട്രാൻസ്ഫറി കമ്പനിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും നോക്കണം. ഇനി ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറി കമ്പനി കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് അത് വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എ കമ്പനിയെ എക്സ് എന്ന് പറഞ്ഞ കമ്പനി വൈ കമ്പനി എന്ന് പറഞ്ഞ് മെർജ് ചെയ്തുകൊണ്ട് XY കമ്പനി ഫോം ചെയ്താൽ ആ XY കമ്പനി എക്സ് കമ്പനിക്ക് വൈ കമ്പനിയുടെ ഓണേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇത് ക്യാഷിന്റെ ഫോമിൽ കൊടുക്കാം, ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചറിന്റെ ഫോമിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസിൽ ചോദിക്കാം. അപ്പൊ 2 മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്, നെറ്റ് പേയ്മെന്റ് മെത്തേഡും നെറ്റ് അസറ്റ് മെത്തേഡും. ക്ലിയർ? ഇത്രയാണ് 2 മെത്തേഡ്, പർച്ചേസ് കൺസിഡറേഷന്റെ 2 മെത്തേഡ്സ്. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ടെന്ന് പറഞ്ഞു. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ അവിടെ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറി കമ്പനിയുടെ
ട്രാൻസ്ഫറർ കമ്പനി, വെണ്ടർ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പഴയ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് അല്ലെ പർച്ചേസിംഗ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസ്, സെയിം 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫറർ കമ്പനിയിലെ 90% കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, സെയിം ആയിട്ടുള്ള 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും എവിടെ കാണണം? ട്രാൻസ്ഫറി കമ്പനിയിൽ കാണണം. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% കുറയാത്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആകണം. അത്രേ ഉള്ളൂ. മൂന്നാമത്തെ കേസ്, പർച്ചേസ് കൺസിഡറേഷൻ ഇൻ ഇക്വിറ്റി ഷെയർസ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ഓണർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കും. അത് മെർജർ ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. ഷെയറിന്റെ ഇക്വിറ്റി ഷെയർസ് എന്ന ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി സെയിം ബിസിനസ് ആയിരിക്കണം. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ, നമ്മുടെ ഓൾഡ് കമ്പനിയിൽ എന്താണോ ബിസിനസ് നടത്തിയിരുന്നത് ആ സെയിം ബിസിനസ് തന്നെയായിരിക്കണം ട്രാൻസ്ഫറി കമ്പനിയിൽ നടത്തേണ്ടത്. ഇനി അഞ്ചാമത്തെ കേസ്, ക്യാരി ഫോർവേഡ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് റിട്ടേൺഡ് ഏർണിംഗ്സ് അറ്റ് ബുക്ക് വാല്യൂ. അതായത് ബുക്ക് വാല്യൂവിൽ രേഖപ്പെടുത്താൻ പാടില്ല. അതായത് അസറ്റ്സും ലയബിലിറ്റീസും റിട്ടേൺഡ് ഏർണിംഗ്സും ഒക്കെ ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്നും ട്രാൻസ്ഫറി കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഈ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ ഒക്കെ വാല്യൂ ബുക്ക് വാല്യൂവിൽ കാണിക്കാനായിട്ട് പാടില്ല. ക്ലിയർ? ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് എന്തോ ആവും? ആ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് ആകും. ക്ലിയർ? ദെൻ അടുത്ത ഇത് വൈ അമാൽഗമേറ്റ്. എന്തിനാണ് കമ്പനി ഇങ്ങനെ അമാൽഗമേഷൻ നടത്തുന്നത്? ടു അക്വയർ ക്യാഷ് റിസോഴ്സസ് അക്വയർ ചെയ്യാൻ വേണ്ടി, എലിമിനേഷൻ ഓഫ് കോമ്പറ്റീഷൻ, ആ ഒരു വലിയ കോമ്പറ്റീഷൻ, ടഫായിട്ടുള്ള അൺഹെൽത്തി കോമ്പറ്റീഷനെയൊക്കെ അതൊന്ന് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി, എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഇങ്ങനെ അമാൽഗമേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. Then നമ്മളിപ്പം പറഞ്ഞു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്, പർച്ചേസ് മെത്തേഡും ഉണ്ട്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ്, അമാൽഗമേഷൻ നടത്തുന്നത് മൂലമുള്ള അഡ്വാൻറ്റേജസ്, കോമ്പറ്റീഷൻ കുറയ്ക്കാൻ പറ്റും, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, ഓപ്പറേഷൻ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മെർജറും അമാൽഗമേഷനും ഇങ്ങനെ നടത്തുന്നത് മൂലമുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ ഇത്രയും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കുറച്ച് ബോറായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് അറിയാം. എങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ നോട്ട്സിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ തന്നെ ഈ ഏരിയയിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, നമ്മളിപ്പം പറഞ്ഞില്ലേ ലിക്വിഡേഷന്റെ ഒക്കെ കേസസിൽ നമുക്ക് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിക്കാം. എന്താ പറയുന്നത്? അതുപോലെ അമാൽഗമേഷൻ താഴെ തന്നേക്കുന്നതിൽ വരാത്തത് ഏത്? 3 ഓപ്ഷൻ കൊടുക്കുക. അമാൽഗമേഷൻ, മെർജിങ്, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അങ്ങനെ 4 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതാണ് വരാത്തത്? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം. ഓരോ കാര്യം വരുമ്പോഴും ഓരോ ഫാക്ട്സ് പഠിക്കുമ്പോഴും അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ MCQs ഒക്കെ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ബേസിക് ആയിട്ട് സിലബസ് കവർ ചെയ്തിട്ട് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവോ അത്രയും ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.